അച്ഛമ്മയുടെ കല്യാണത്തിന് പോലും ടെൻഷൻ ഉണ്ടായി കാണുമല്ലോ. നിർത്ത്. ആ പാവത്തിനൊന്നും ചെയ്യലേ മുത്തശ്ശി. എന്താ അഭിലാഷ് ഇത്രയും വൈകിയത്? എത്ര നേരമായി കാത്തിരിക്കുന്നു? ഹരിയാണ് വിളിച്ചിരുന്നതെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞിങ്ങി വരത്തില്ലേ? എന്താ ഇപ്പൊ പ്രശ്നം? ഹരി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? അതിന് മധ്യസ്ഥം പറയാനാണോ എന്നെ വിളിച്ചത്? അതെ, ഹരിയുടെ പ്രശ്നത്തിന് തന്നെയാ നിന്നെ വിളിപ്പിച്ചത്. അത് ശരി. എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യം അങ്കിൾ വിളിക്കുന്നു, അതിന് പിന്നാലെ ഹരി വിളിക്കുന്നു. ഞാൻ പറന്നു വരാൻ ഒരുങ്ങിയപ്പോ മുടിഞ്ഞ ബ്ലോക്ക്. നീ വന്നോ? ഹരി ഇന്ന് നിന്നെ വിളിച്ചിരുന്നോ? അതെന്തിനാണാവോ അവൻ വിളിച്ചത്? ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. അയ്യോ, അവന്റെ ഭാഗത്തു നല്ല ആക്രമണം ഉണ്ടായോ? ഹരിക്ക് ഞങ്ങളൊരു നല്ല പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആ കാര്യം അവന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി. അത് മാത്രമല്ല, അവനെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ വേണം. പെണ്ണ് കാണാൻ നാളെ പോകാം. അതിനും അവൻ സമ്മതിക്കണം, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ആ പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയാൽ ഇവിടെ ഐശ്വര്യം വന്ന് നിറയും അഭിലാഷേ. അവൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് ഇവിടെ വിട്ടു പോകാൻ വേണ്ടിയാ. ഇതിപ്പോ തലകുത്തനെ ആയല്ലോ. എന്താ അഭിലാഷ് ഇത്രയും വലിയ ആലോചന? ഒന്നുമില്ല. അപ്പൊ ചെന്ന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. ഏറ്റന്നേ, അത് ഞാൻ ഏറ്റു. ഒക്കെ ഇപ്പൊ ശരിയാക്കി തരാം.